വാക്തത്വ ലംഘനം നടത്താൻ പാടില്ല. കരാറ് ചെയ്താൽ കരാറിനെ പൂർത്തീകരിക്കുക. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ മാദിനി ഉസ്താദൊക്കെ ഒന്ന് പ്രസംഗിക്കുമ്പോ സിമന്റ് കൊടുക്കാൻ ആരാ മക്കളെ 50 പാക്കറ്റ്, ഉടനെ അവിടെ നിന്നോട് അബൂബക്കർ 101 പാക്കറ്റ്. എല്ലാം കഴിഞ്ഞ് ആവേശമൊക്കെ കഴിഞ്ഞ് സ്റ്റേജൊക്കെ പൊളിച്ചു പോകുമ്പം സെക്രട്ടറി ഇവിടെ എങ്ങാനും ഉണ്ടാ ഇല്ലേ, പിന്നെ 101 പാക്കറ്റൊന്നും ഇപ്പൊ പറ്റൂല. ആവേശം കൊണ്ട് ചാടി വാക്ക് പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ മജ്‌ലിസാണ്, അള്ളാഹിന്റെ പള്ളിയാണ്, ദീനിന് വേണ്ടി കൊടുക്കണ വാക്കാണ്. അതൊക്കെ അവിടെ രേഖപ്പെടുത്തി വെക്കും. കരാറ് പൂർത്തീകരണം ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. കരാറ് ചെയ്താൽ അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള വാക്ക് മാത്രം പറയാൻ തൗഫീഖ് തിരുമാറാകട്ടെ. ഭാര്യ ഭർത്താക്കന്മാരുടെ ബാധ്യതകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ, ഭർത്താവ് ഭാര്യയോട് കാണിക്കേണ്ടുന്ന കടമകൾ എണ്ണി പറയുമ്പോ മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഭർത്താവ് ഭാര്യയോട് വാക്ക് പാലിക്കണമെന്നാണ്. ഒരുങ്ങി നിന്നോ, 6 മണിയാകുമ്പോ ഞാൻ വരാം, കൊച്ചാപ്പാടെ വീട്ടിൽ പോകണം, കുളിക്കാത്ത മക്കളെയും കുളിപ്പിച്ച് കഴുകാത്ത സാരിയും കഴിവ് തേച്ച് വലിക്ക് താത്ത സീരിയലിന്റെ കണക്ഷനൊക്കെ ഊരിയിട്ട് കാത്തിരിക്കും. ഇന്ന് മച്ചാരോട് ഒരു യാത്ര ഇല്ലേന്നും പറഞ്ഞ് ഒരുങ്ങിയിരിക്കും. മച്ച 6 മണിക്കും വന്നില്ല, 60 മണിക്കും വന്നില്ല. ഗൾഫിൽ നിന്ന് ഒരു കൂട്ടുകാരൻ വന്നപ്പോ അവന്റെ പാർട്ടിയായിരുന്നു നിലമേല്. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ 1:30 മണിയായി. ആ സമയത്ത് പിണങ്ങിക്കഴിയാണ് സഹോദരി. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ഭാര്യയോട് വാക്ക് പാലിക്കാത്തവൻ ഉത്തമ കുടുംബനാഥനല്ല. അവിടെ പോകാൻ ഒരുങ്ങി നിന്നോ, ഇവിടെ പോകാൻ ഒരുങ്ങി നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കു പാലിക്കാത്തവനില്ലേ, അവൻ ഉത്തമ കുടുംബനാഥനല്ല. മാത്രമല്ല വാക്കു പാലിക്കാത്തവൻ മുനാഫിഖാണ് എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, കപട വിശ്വാസികൾ, അള്ളാഹുവിനെ പറ്റിച്ച് ജീവിക്കുന്നവർ, അതാണ് കപടന്മാർ. രൂപം മാത്രമേ ഉള്ളൂ ഭംഗി. അള്ളാഹുവിനെ പറ്റിച്ച് ജീവിക്കുന്നവർ, അവരുടെ അടയാളത്തെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിൽ ആദ്യം പറഞ്ഞതുകൊണ്ട്, ഇദാ ഹദ്ദസ കദബ, സംസാരിച്ച കള്ളം പറയും. രണ്ടാമത്തേതോ ഇദാ വഅദ അഖ്ലഫ, വാക്ക് പറഞ്ഞാൽ അതിന് എതിര് പ്രവർത്തിക്കുന്നവനാണ്, വാക്തത്വ ലംഘനം നടത്തുന്നവരാണ്. ലോകത്താദ്യമായി വാക്തത്വ ലംഘനം നടത്തിയതാരെന്നറിയോ? വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തതാരെന്നറിയോ? അവർക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഹവ്വാ ബീവിയോടും അല്ലാഹു പറഞ്ഞു, വലാ തഖറബാ ഹാദിഹി ശജറ, സ്വർഗ്ഗത്തിലുള്ള എല്ലാ ഫലങ്ങളും നിങ്ങൾ കഴിച്ചോ, എല്ലാ ഫലവർഗ്ഗങ്ങളും നിങ്ങൾ കഴിച്ചോ, പക്ഷേ ഹാദിഹി ശജറ, ഈ വൃക്ഷത്തിൽ മാത്രം തൊടരുത് അല്ലാഹു പറഞ്ഞതാണ്. വാക്കു പറഞ്ഞു ആദം നബി, ഇൻഷാ അല്ലാഹ് ഞാൻ ഏറ്റുപടച്ചവനെ തൊടൂല. എന്നിട്ടോ ആ ഫലത്തിന്റെ പഴം കഴിച്ചു പോയല്ലോ. ആ ഫലത്തിലുള്ള മുഴുവൻ സുഖവും ഇങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ ബീവി അലൈഹി സ്വലാമയിലൂടെ കഴിച്ചു പോയല്ലോ. അതുകൊണ്ട് അല്ലാഹു അവർക്ക് ചെയ്ത ശിക്ഷ എന്താണ് എന്റെ പ്രിയമുള്ളവരെ? അവരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. വാക്ക് പറഞ്ഞിട്ട് പാലിക്കാത്തവർക്ക് കിടക്കാനുള്ള സ്ഥലമല്ല സ്വർഗം. ഓൻകുട്ടി വൈദ്യർ പറയുകയാണ്, നാഗപതിയിൽ ആദം നബീനല്ല പടച്ചാണ്, നാരീ ഹവ്വാ ബീവി രണ്ടാളും ഒരുമിച്ചാണ്. ഏകപഴം തിന്നരുതെന്നിറയോന്നറിയിച്ചാണ്. അന്നേ പീറകെ മലൂനവിടുന്ന് ചതിച്ചാണ്. വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴം നിങ്ങളെടുത്ത് തിന്നാത്ത് ജന്നാത്ത് കണ്ണിലുള്ള കനിയൊക്കെ ഇലും മികജാതിയാണ്. ആദരയും അയാദര പഠിക്കാറയെന്ന് പാടി അമ്മുശീലവരാടി ചെന്നുപടം പറിച്ചോടി വന്നു പറിച്ചത് കൂടി ചിന്നവ സങ്കല സങ്കര ശുങ്കിയും ചങ്കയിളങ്ങി വിളങ്ങി വിശുങ്കിയും ആകെ ചുറ്റലകത്തൊരുകത്തനമായി തിരുമിത്തരിമത്തിരിമുത്ത് നബിയുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആരം മക്കളിലൊക്കെ മികക്കരുതൊക്കെ വിളക്കളിമൊക്കിയ മക്കനകർക്കരിക്ക ഹബീബുള്ള. ആരാ പറഞ്ഞത് ഇസ്ലാമിൽ പാട്ടില്ല എന്ന്? പാടാൻ അറിഞ്ഞുകൂടെങ്കിൽ പ്രസംഗിച്ചാൽ മതി. പാട്ടില്ല എന്ന് ആരാ പറഞ്ഞത് ഇസ്ലാമിൽ? ഈ 4 വരികളിലൂടെ ഇസ്ലാമിക ചരിത്രം 100 പുസ്തകക്കത്തിൽ എഴുതി തീർക്കാൻ പറ്റാത്ത ചരിത്രത്തിന്റെ ഉള്ളറയാണ് മോയിൻകുട്ടി വൈദ്യര് പഠിപ്പിച്ചു തരിക. പുന്നാര നിബിധങ്ങൾ പാട്ടിൽ ഇഷ്ടപ്പെടാത്ത ആളാ.
പാടാൻ അറിഞ്ഞുകൂടാത്ത ചില ആൾക്കാർ പറഞ്ഞ എന്താണെന്നറിയോ, പാട്ടിൽ എന്തിരിക്കുന്നു, എന്താ ഉള്ളത്? അള്ളാന്റെ ഹബീബാര പ്രവാചകന്റെ റൗളയുടെ കവാടം ആദ്യമായി ചരിച്ചത് പ്രസംഗം കേട്ടിട്ടല്ലോ, ഉമർ ഖാലിയുടെ നാവിൽ നിന്ന് ഇത്തിവീണ പ്രവാചക പ്രേമ പ്രളയത്തിന്റെ നീര് ഒത്തി കണ്ടിട്ടാണ് അള്ളാന്റെ ഹബീബിന്റെ റൗളയുടെ കവാടം കുലുങ്ങിയത്. എന്തുകൊണ്ടാ? ഉമർ ഖാലി പാട്ടുപാടിയപ്പോഴാ. അള്ളാന്റെ ഹബീബാര മുത്തുനബി കല്യാണത്തിന് പല സരസും ചെന്നിട്ട് ചോദിക്കിട്ടുണ്ട്, പുതിയാപ്പളെ കുറിച്ച് മധു പാടാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അച്ഛേ, എന്ത് കല്യാണം ഇത്! ഇത് പറയുമ്പോ നിങ്ങൾ അണ്ടം കൊണ്ടാറുണ്ടക്കാരി കയറി പിടിക്കണ്ട, നിങ്ങൾ അതാ കുഴപ്പം, അതാ ഞാൻ പാടാത്തെ. എന്തെങ്കിലും പറഞ്ഞ അങ്ങേയറ്റത്തിലേ പിടിക്കും, അതാ പ്രശ്നം. പാട്ട് ഇസ്ലാമിൽ ഉണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ റഹ്മാൻ ആണ് എന്റെ ഷെയ്ഖ് എന്നും പറഞ്ഞ് മുരീദായിട്ട് നിക്കറും ചൊല്ലി വൈകി നടക്കും, അതാ കുഴപ്പം. അത് നമുക്ക് ആവശ്യമില്ല. ഇസ്ലാമിൽ പാട്ടുണ്ട്, ഇസ്ലാമിൽ പാട്ടുണ്ട്. ഉമർ ഖാലിയൊക്കെ എന്താ മഹാനാര കവിയാണ് ഉമർ ഖാലി റഹിമഹുള്ള, ഭയങ്കര കവിയാണ്. കുഞ്ഞുനാളിൽ ഉമർ ഖാലിയുടെ ഉമ്മ മരിച്ചു പോയപ്പോ, ഉമർ ഖാലിയുടെ ഉമ്മ മരണപ്പെട്ടു പോയപ്പോ നാട്ടുകാർ ഉമർ ഖാലിയുടെ ഉപ്പാനോട് പറഞ്ഞു, നിങ്ങൾ ഇനി എന്തായാലും ഉമ്മ മരിച്ചുപോയല്ലോ, ഉമറിന്റെ ഉമ്മ മരിച്ചുപോയി, അതുകൊണ്ട് നിങ്ങൾ കൊച്ചുകുട്ടിയായ ഉമറിനെ നോക്കണമല്ലോ, അതുകൊണ്ട് ഉമ്മയുടെ അനിയത്തി തന്നെ കെട്ടിക്കോടി, ഇനി പെണ്ണ് കരയ്ക്ക് നടക്കണ്ട. അപ്പൊ ഉമർ ഖാലി കൊച്ചുകുട്ടിയാ വന്നിട്ട് പറഞ്ഞു, വാപ്പാ ഈ പരിപാടി നടക്കൂല, കുഞ്ഞുമായോ ഞാനുമായിട്ട് അത്ര ശരിയല്ല, അതുകൊണ്ട് ആ പരിപാടി വേണ്ട. പാപ്പ പറഞ്ഞു, മോനെ കുഞ്ഞുമായി ഞാനുമായിട്ട് നല്ല ശരിയാ, ഞാൻ കെട്ടിക്കോളാം, നീ കെട്ടണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഉമർ ഖാലി റഹിമഹുള്ളയുടെ വാപ്പ ഉമ്മ മരിച്ചപ്പോ കുഞ്ഞുമ്മായി കെട്ടി. അന്ന് മുതൽ കുഞ്ഞുമായി മോനുമായിട്ട് ചെറിയ പ്രശ്നമാണ്. നേരത്തെ കല്യാണം മുടക്കാൻ മോൻ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞത് കൊണ്ട് തന്നെ കുഞ്ഞുമാക്ക് ഉമർ ഖാലിയോട് ചെറിയൊരു വെറുപ്പാണ്. അങ്ങനെ വെറുത്തിരിക്കുന്ന സമയം എന്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഉമർ ഖാലിയോട് എന്നും പിതാവ് രാത്രി പറയാറുണ്ട്, തബാറക്കല്ലദീ ഓതണം, യാസീൻ ഓതണം, അതുപോലെ വാക്കിയാ ഓതണം. ഇതെല്ലാം ഓതിയിട്ട് അവസാനം ഉറങ്ങുന്നതിന് മുമ്പ് തീരും തുതിയും സ്വലവാത്തും മൊഹീദ്ദിമാല പാടണം. ഇതൊക്കെ നിബന്ധനയായിരുന്നു വീട്ടില്. മൊഹീദ്ദിമാല ഇസ്ലാമിലുണ്ടോ ഇല്ല എന്നെ ചോദിക്കരുത്, ഉമർ ഖാലിയുടെ ചരിത്രം പറയണം, അപ്പൊ മറുപടി പറയേണ്ട നേരമില്ല. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇതൊക്കെ പാടണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിലോ പാപ്പമാരിങ്ങനെ വിളിച്ചാ മിണ്ടാരി കളവാ ചെയ്യേ കേട്ടെന്ന് പറയും, മക്കള് പറയും. നമ്മളും മക്കള് വരുമ്പോ വാപ്പ പറയും, മോൻ വരണം, ഞാൻ ഉണ്ടെന്ന് പറയില്ല, അടുക്കളയിൽ മോൻ വന്ന വാപ്പയാണ് അടുക്കളയിൽ പോയി തട്ടിനടിയിലൊക്കെ പോയി ഒതുങ്ങിയിരിക്കും, വീടിയും വരച്ചോണ്ട്. മക്കള് കണ്ട അടി ഉറപ്പാ. മക്കളെ പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറിയില്ലേ? ഉമർ ഖാലി റഹിമഹുല്ല വിളിച്ചപ്പോ ഓടി വന്ന് മുമ്പ് ഇരുന്ന്, എന്താ വാപ്പ എന്തുകൊണ്ട് ഓതിരാന്നൊന്നും ചോദിച്ചില്ല. ഉമർ ഖാലി റഹിമഹുല്ലയുടെ മുമ്പ് മൊഹീദ്ദിമാരെ എടുത്തു കൊടുത്തിട്ട്, ഓതറാ ചെയ്ത്താനെ മൊഹീദ്ദിമാരെ, ഞാൻ പറഞ്ഞ കേൾക്കൂരാണെന്ന് പറഞ്ഞുകൊണ്ട് വരട്ടി. ഉമർ ഖാലി റഹിമഹുല്ല മൊഹീദ്ദിമാരെ എടുത്തു വെച്ചു. എന്നിട്ട് അങ്ങോട്ട് പാടി. എന്താണെന്നറിയോ പാടിയത്? കള്ളംപാറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്താരെ, ഉമ്മാന്റെ അനുജത്തി വാപ്പാന്റെ സൗജത്തി, കുശു കുശു മുപ്പത്തി തല്ലുമ്മ എന്നോവർ. ഇത് കേട്ടപ്പോ വാപ്പ പറഞ്ഞ, ആരെ അനിയത്തിയാടാ? മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ അനിയത്തിയാ, പറയടാ അങ്ങോട്ട്. അപ്പൊ വീണ്ടും പാടിയടാ, അർത്ഥത്തോടു കൂടി പറയടാ, ഉമ്മാരനിയത്തി വാപ്പാര വെണ്ടാട്ടി കുശു കുശു മുപ്പത്തി തല്ലുമ്മ എന്നോ. ഇതെന്താടാ ഇത്? നിങ്ങളുടെ പെണ്ണുമ്പളെ കുറിച്ച് ഞാൻ എഴുതിയ മാലയാ, കുഞ്ഞുമ്മ മാല. 4 വരിയെ പാടിയോളൂ, 400 വരിയുണ്ടത് പാടിയെന്ന് എന്നെ തൊലാക്ക് സംഭവിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഖാലി റഹിമഹുല്ലാഹ് പ്രിയപ്പെട്ട ഉപ്പാരാ വാരിയെടുക്കുകയാണ്. എടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നു മോനെ, വാപ്പനെ കുറിച്ച് എഴുതണ്ട, ഉമ്മനെ കുറിച്ച് എഴുതണ്ട, നിനക്കെഴുതാ പൊന്നാര നബിയെ കാണുന്നതെന്നാൽ, പൊന്നാര റൗളയിൽ പോകുന്നതെന്നാൽ, പൂമണം വീശുന്ന റൗളാസുവനത്തിൽ ചേരുന്നതെന്നാണ്, ഹൃദയം തൂകുന്നതെന്നാണ്. ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? പാട്ടുപാടാൻ അറിഞ്ഞുകൂടാത്ത പാറ ശബ്ദമുള്ളവർ പോലും പൊട്ടിക്കരയോട് ഈ വരികൾ കേട്ടാൽ, പൊന്നാര നബിതങ്ങള് റൗളാ ശരീഫിലെത്താ കൊതിയുള്ളവരുടെ മനസ്സ് വല്ലാതെ നൊന്നുപോലെ. മറ്റൊരു മഹാനാര കവിയല്ലേ ബഹുമാനപ്പെട്ട ഇമാമുന ബൂസിരി റഹിമഹുല്ലാഹ് അമിൻദല കുർജി എന്നറിയുന്ന എന്ന് പറയുന്ന ബുർദക്കകത്ത് എഴുതിയതുപോലെ ഒരു വരി എഴുതാ മാപ്പിള സാഹിത്യത്തിന്റെ തലപ്പിരിക്കുന്ന ഗായകന്മാർക്കോ എഴുത്തുകാർക്കോ ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ കവി ജീവിച്ചിരുന്നത് ഇസ്ലാമിക ചരിത്രത്തിലാണ്. ലോകത്തെ ഏറ്റവും നല്ല അർത്ഥമുള്ള പാട്ട് കൊണ്ട് നടക്കുന്നത് മുസ്ലിം സമുദായമാണ്. ആര് പറഞ്ഞു പാട്ടില്ലാന്ന്?
ആരാ പറഞ്ഞതില്ല എന്ന് നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. എന്റെ പ്രിയമുള്ളവരെ, പുന്നാര നബി തങ്ങളുടെ റൗള ശരീഫിൽ പോയി കണ്ണുനീര് ചാലിട്ടൊഴുകിപ്പോലെ ഇസ്ലാമിക നേതൃത്വം എവിടെ നിന്ന് നമുക്ക് മനസ്സിരിക്കണോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സാധിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബിയുടെ മധുഗീതങ്ങൾ എത്രയാണ് നമ്മുടെ മനസ്സിന്റെ ഉള്ളറയിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിഷയത്തിലേക്ക് മടങ്ങി വരിക. ആദ്യമായി വാക്തത്വ ലംഘനം നടത്തിയത് ആരാ? ഹവ്വാ ബീവിയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആദം നബി പാവപ്പെട്ടവൻ, ഹവ്വാ ബീവിയുടെ കൂടുതൽ കമ്പനി അടിച്ചപ്പോ കുടുങ്ങിപ്പോയതാ. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇബ്ലീസ് ചെന്നിട്ട് ആദ്യം താത്തായ പറയും ഭാഷ ചെയ്ത്, അങ്ങനെയാണ് സാധാരണ നടക്കുക. കാക്കായും കൂടെ അകത്തായി പോയി, രണ്ടുപേരും ഇപ്പൊ പുറത്തായി. ലംഘനം പാടില്ല. അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു അള്ളാന്റെ ഹബീബിന്റെ മുമ്പ് വന്നു പറഞ്ഞതെന്താണ്? ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂലേ, ഇനി ഒരു യുദ്ധമുണ്ടായ, ഇസ്ലാമിൽ ഇനി ഒരു യുദ്ധമുണ്ടായ, ആ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ അനസ് ബിൻ നദറിന്റെ പോരാട്ടം എന്തെന്ന് നിങ്ങൾ അറിയും നബിയെ. റമദാനിന്റെ 10ാമത്തെ ദിവസം മുതൽ പിന്നെ ഇസ്ലാമിന്റെ യുദ്ധങ്ങളെ കുറിച്ച് പള്ളികൾ ചർച്ച ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത്. 17 രാവിലെ ഒരു ബദർ ദിനം മാത്രം പറഞ്ഞ് നമ്മളങ്ങ് ചുരുക്കിയാൽ പോലെ. ഇസ്ലാമിന്റെ യോദ്ധാക്കളെ കുറിച്ച്, യുദ്ധങ്ങളെ കുറിച്ച് ഇപ്പൊ ഇച്ചിരി വിവരം ആവശ്യമാണ്. കാരണം ഇസ്ലാമിന്റെ യുദ്ധങ്ങളെല്ലാം എന്തിനു വേണ്ടി നടന്നു എന്നറിയുമ്പോൾ ഈ നമ്മുടെ പരിസരത്തൊക്കെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ വന്ന് നമ്മുടെ കാല് പിടിച്ച് കരയും. അവർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. അത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സഹോദരങ്ങൾക്ക് സമയവും ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മളതൊക്കെ പഠിക്കണം, അതൊക്കെ മനസ്സിലാക്കണം. വിഷയത്തിലേക്ക് മടങ്ങി വരാൻ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല, ഇനി ഒരു യുദ്ധമുണ്ടാകാൻ, ആ യുദ്ധത്തിൽ എന്റെ പോരാട്ട വീര്യം അള്ളാന്റെ നബിയെ നിങ്ങൾ മനസ്സിലാക്കൂന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവര് പോയി. ഉഹുദ് യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം ഒരല്പമൊന്ന് തെറ്റിച്ചപ്പോൾ പിന്നിലൂടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ സുനാമി പോലെ കടന്നു വന്നുകൊണ്ട് സച്ചരിതരായ സഹാബത്തിന് അക്രമം പിടിച്ചു വിട്ടപ്പോൾ ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു തആല ഓടിപ്പിടിച്ച വാളുമായിട്ട് വീറും വാശിയുമായിട്ട് ശത്രുപക്ഷത്തേക്ക് എരിച്ചു കയറുമ്പോൾ കുറച്ചുപേര് പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട അനസ് കടന്നു പോവല്ല മോനെ, അവിടെ കടന്നു ചെന്നാൽ അപകടമാണ്, പൊന്നുമോനെ അപകടമാണ്, നിന്റെ പൊടി പോലും പിന്നെ തിരിച്ചു കിട്ടില്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹാബ, എന്റെ മുത്തായ നബിക്ക് ഞാൻ കൊടുത്ത വാക്കെന്തെന്നറിയോ? അടുത്ത ഒരു യുദ്ധത്തില് അനസിന്റെ പോരാട്ടം എന്തെന്ന് നബിയെ നിങ്ങൾ അറിയുമെന്ന് കൊടുത്ത വാക്കെന്റെ മനസ്സിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കാണ്. സ്വർഗം തടയില്ലേ, നരകം തുറക്കല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരന്നുകൊണ്ട് ആവേശത്തിന്റെ തീഗോളം പോലെ ഉഹുദിന്റെ ഗണത്തിലേക്ക് പറന്നെത്തിപ്പോരാ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല രക്തസാക്ഷിയായപ്പോൾ ഹദീസുകൾ പറയുക 80ഓളം മുറിവുകളാണ് ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. മറ്റൊരഭിപ്രായത്തിൽ 80 കഷണങ്ങളായി ചിതറിക്കിടന്നു എന്നാണ്. അനസ് റളിയല്ലാഹു അൻഹു വാക്കു പാലിക്കാൻ വേണ്ടി മാത്രമാണ്, വാക്ക് പാലിക്കാൻ വേണ്ടി അള്ളാന്റെ ഹബീബിന് ഞാൻ അന്ന് കൊടുത്ത വാക്ക് എനിക്ക് സംരക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചതാണ്. 3ാമത്തെ മാർഗത്തിലേക്ക് വരികയാണ്. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ 2 പടി കടന്നു നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നാവ് കൊണ്ട് ഒരിക്കലും ഞാൻ ഇനി കളവ് പറയൂല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. 2ാമത് ആർക്ക് ഞാൻ എന്ത് വാക്ക് കൊടുത്താലും പാലിക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. 3ാമതായിട്ട് പൊന്നാര നബി തങ്ങൾ പറയാ, വിശ്വസിച്ചാൽ വഞ്ചിക്കാൻ പാടില്ല. വിശ്വാസ വഞ്ചന ഈ സമുദായത്തിന് ചേർന്നതല്ല. അല്ലേ? ചില ചെറുപ്പക്കാർ പറയില്ലേ, ഉസ്താദെ, ഞാൻ കല്യാണ പന്തലിൽ ചെന്നപ്പോഴുണ്ടല്ലോ, ഞാൻ കണ്ടത് അനിയത്തിയായിരുന്നു, എനിക്ക് കെട്ടിച്ചെന്നത് താത്തച്ചിയായിപ്പോ. ഞാൻ ചെന്നിരുന്ന അന്തം വിട്ടു. അന്നേ സഹോദരിമാരെ പറഞ്ഞാ നമ്മളോട് ഒന്ന് പോയി നോക്കാടെന്ന്. ഞാൻ അതൊന്നും കേട്ടില്ല. ഞാൻ വലിയ ചർവാനിയൊക്കെ വലിച്ചു കയറ്റി ചെന്നിരുന്നപ്പോ അതാ കിടക്കണ മൊണ്ടി താത്തച്ചി. അനിയത്തിയാണ് കാണിച്ചത്. അനിയത്തിയെ കാണിച്ചിട്ട് ചേട്ടത്തിയെ കെട്ടിക്കുന്ന സ്വഭാവം പല സ്ഥലത്തും ഉണ്ട്. ഇത് വിശ്വാസ വഞ്ചനയാണ്. ചേട്ടത്തിയെ കാണിച്ചുകൂടി, ഇഷ്ടമില്ലെങ്കിൽ കെട്ടണ്ട, പോട്ടെ, ഇഷ്ടപ്പെടുന്നവര് വരുമല്ലോ.
കൈയില്ലാത്തവനും കാലില്ലാത്തവനും ഇവിടെ കല്യാണം നടക്കുന്നില്ലേ? അന്ധനും ബദിരനും കല്യാണം നടക്കും. ഈ അടുത്ത പത്രത്തിൽ കണ്ടില്ലേ? എന്റെ പ്രിയമുള്ളവരെ, സംസാരിക്കാനും കഴിവില്ല, കേൾക്കാനും കഴിവില്ല. നെറ്റിലൂടെ അതേപോലെ ജാസ്മിനും അജാസോ എന്തോ രണ്ടുപേരുള്ള കോഴിക്കോട് ജില്ലയാണ്. അങ്ങനെ നെറ്റിലൂടെ ഭർത്താവിനെ കണ്ടെത്തി. 2 ഇണകൾ പാണക്കാട് തങ്ങന്മാരുടെ അടുത്ത് പോയിട്ട് നിക്കാഹ് നടത്തി പൊരുത്തം ചോദിച്ച് വിദേശ രാജ്യത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസവഞ്ചന പാടില്ല. മാതാപിതാക്കൾ മക്കളെ 14, 15, 16, 17 വയസ്സാറ് പെൺമക്കളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത് എന്ത് ധൈര്യത്തിലാണ്? ആ മക്കളിലുള്ള ഒരു വിശ്വാസമാണ്. നമ്മുടെ മക്കളെ 16 വയസ്സുകാരിയായ നമ്മുടെ മോളെ, 17 വയസ്സുകാരിയായ നമ്മുടെ മോളെ നമ്മൾ കോളേജിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന എന്ത് ധൈര്യത്തിലാ? ആ മോള് നമുക്ക് തരുന്ന വിശ്വാസത്തിന്റെ പേരിലാണ്. ചില വഴിതെറ്റി പോകാൻ നിൽക്കുന്ന പെൺമക്കളൊക്കെ ഉമ്മയോട് പറയും, മക്കളെ, ഞാൻ അറിഞ്ഞതൊക്കെ ശരിയാണോ? അപ്പുറത്തെ പയ്യൻ വന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പ്രശ്നമാണോ എന്ന് ചോദിക്കുമ്പോ, ഉമ്മച്ചി വിഷമിക്കണ്ട, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ഇത് വെറും കള്ളം, അടിയുടെ കുറവാണ്. ഒരു പെണ്ണിനെ സൂക്ഷിക്കാൻ പറ്റത്തില്ല, നിയന്ത്രണം വിട്ടുപോയ പോക്കാണ്. ഉമ്മാരെ മയക്കാനും തൊപ്പി വെച്ച വാപ്പാരെ മയക്കാനും വന്നിട്ട് പറയും, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം. ആർക്കറിയാം? ഇത് പറയുന്ന, ഈ ഡയലോഗ് പറയുന്ന പെണ്ണിനെ പ്രത്യേകിച്ച് സൂക്ഷിച്ചോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അന്തരീക്ഷം അത്രത്തോളം മലിനമാണ്. ഒരു പെൺകുട്ടിക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഒരു സ്കാർഫം കാണും, ഇങ്ങനെ ഒന്ന് പിന്നി വിട്ടുപോയാൽ അതുപോലും ക്യാമറയിൽ പതിപ്പിച്ചെടുക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.